ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഒരു സൈഡ് വൈസ് മൊമെൻറ്റം അല്ലേ, കാര്യമായിട്ട് മൊമെൻറ്റം തരാതെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അവിടെ ചെറിയൊരു പാള്, അതിനുശേഷം അത് റിക്കവറി കൊണ്ട് അവിടെ എന്ത് ചെയ്തു, ആ ഒരു ഇന്നലത്തെ ഒരു ക്യാൻഡിലിനകത്ത് തന്നെ തീരുന്ന രീതിയിൽ മാർക്കറ്റ് ഇന്ന് മൊത്തത്തിൽ നിന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവലിൻ്റെ മുകളിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മേലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് വെക്കാൻ പറ്റുന്നത് 23,340 അല്ലെങ്കിൽ 375 എന്നുള്ള ലെവലിൽ ടാർഗറ്റ് ചെയ്യാമെന്നുള്ളതൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തത്. ഈ ഒരു ലെവലിൽ താഴെ വരികയാണെങ്കിൽ ഡൗൺ സൈഡ് ട്രേഡും ചെയ്യാമെന്നുള്ളതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് റേഞ്ചിലും പോവാതെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഷാർപ്പായിട്ട് കൺസോളിഡേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. മാർക്കറ്റ് ഒരു പാള് തന്നു, ശേഷം ഒരു പുൾ ബാക്ക് തന്നു, അത് ഇനി കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ എന്തായാലും മാർക്കറ്റ് നിന്നുള്ള ലെവൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഡോച്ചി ടൈപ്പ് ക്യാൻഡലായിട്ടാണ്. അപ്പോൾ ഇനി നാളേക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിൻ്റെ മൊമെൻറ്റം എങ്ങോട്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇന്നലെ പറഞ്ഞ അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു ലെവൽ എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത്, ഇനി ഈ ഒരു ലെവലാണ് നമ്മൾ നോക്കുന്നത്, ഇത് എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്തുള്ളൂ. 23,446 വരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ടാണ് മാർക്കറ്റ് പോകുന്നത് വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എത്തി എന്ത് ചെയ്യാം, നമ്മൾ ഒരു മാർക്കറ്റ് ബുള്ളിഷ് ആയി എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്, മാർക്കറ്റ് ഇതുവരെ വരാം, അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്യാം, ഒരു റിക്കവറി താഴേക്ക് തന്നെ എന്ത് ചെയ്യാം വരാമെന്നുള്ളതാണ്. ഫസ്റ്റ് പുൾ ബാക്ക് കണ്ടിന്യൂഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യാം, 23,446 അല്ലെങ്കിൽ 510 വരെ വന്നിട്ട് തിരിച്ച് പോരാമെന്നുള്ള കൺസെപ്റ്റിലാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. ഒരു വ്യൂ എന്ന് പറയുന്നത് ഡൗൺ സൈഡ് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ. പക്ഷേ ഇൻട്രാഡേയിൽ നമുക്ക് ഈ ഒരു മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നല്ല ട്രേഡ് എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഒരു ലെവലിലേക്കാണ്. അതിനുശേഷം ഇനി ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഈ ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ട്രേഡുകളൊന്നും ചെയ്യുന്നില്ല. അല്ല മാർക്കറ്റ് ചെറിയ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തു, ഇതിന് താഴെ ഒരു ക്യാൻഡിൽ ക്ലോസിങ് തന്നിട്ട് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡൗൺ സൈഡ് ട്രേഡ് കുറച്ചുകൂടെ നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മേലേക്കാണെങ്കിലും താഴേക്കാണെങ്കിലും ഈ രണ്ട് ട്രേഡുകളായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക നിഫ്റ്റിയുടെ കേസിൽ. ഇനി നമ്മൾ നിഫ്റ്റി ബാങ്കിൻ്റെ കേസിലാണെങ്കിൽ കമ്പാരിറ്റീവ് എന്തുണ്ട്, ഇന്നലത്തെ അതേപോലെ തന്നെയാണ് മാർക്കറ്റ് ഒരു ട്രെൻഡ് ലൈൻ മേക്ക് ചെയ്തു, അതിന് താഴെ ബ്രേക്ക് ഡൗൺ വന്നു, മാർക്കറ്റ് എന്ത് ചെയ്തു, ഡൗൺ സൈഡ് വന്നു. മാർക്കറ്റ് ഇന്നത്തെ ക്ലോസിങ്ങിൻ്റെ ആ ഒരു സിംഗിളോ എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്തു, റിക്കവർ ചെയ്ത് നിന്നു എന്നുള്ളതാണ്. കാര്യമായിട്ട് മൊമെൻ്റൊന്നും തരാത്ത 49,000-ൻ്റെയും 48,600 ഇടക്ക്, ഒരു 500 പോയിൻ്റ് ഇടക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒട്ടുമിക്ക സമയത്ത് മാർക്കറ്റ് സൈഡ് വൈസ് ആയിരുന്നു. ഈ ഒരു മൊമെൻറ്റം ഒഴികെ മാർക്കറ്റിൽ കാര്യമായിട്ട് മൊമെൻറ്റം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റിൽ നമുക്ക് ട്രേഡ് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം പ്ലാൻ ചെയ്യുന്ന ട്രേഡ് ഇതിൻ്റെ മേലേക്ക് മാത്രം പ്ലാൻ ചെയ്യുക. ഇതിൻ്റെ മുകൾക്കാണെങ്കിൽ നമുക്ക് ഇനി ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. നമുക്ക് 49 ഈ ഒരു സിംഹൈ എന്ത് ചെയ്യുക, നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് വെക്കാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഫ്ലാറ്റ് ഓപ്പൺ ചെയ്താൽ ശരി, ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ശരി, ഇവിടുന്ന് നമുക്ക് എൻട്രി കിട്ടുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇതുവരെ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നില്ല, ടാർഗറ്റ് ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഇൻ കേസ് ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. ഒരു ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുന്നതോട് കൂടി എന്ത് ചെയ്യാം, നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടാർഗറ്റ് ഇതായിരിക്കും. ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഓവറോൾ ബുള്ളിഷ് ആണ് എന്നുള്ളതല്ല, പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്യാം, ഒരു ഫസ്റ്റ് പുൾ ബാക്ക് എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ മാർക്കറ്റ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, മാർക്കറ്റ് കുറച്ച് ഈ ഒരു സെൽ ഓഫ് വന്ന് പുൾ ബാക്ക് എടുത്തു, ഇനി താഴെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മളെപ്പോഴും കൂടുതൽ കാണുന്നത്. ഒരിക്കലും ഇപ്പം ഒരു ബുള്ളിഷ് ആയിട്ടില്ല. ഇനി ഒരു ബുള്ളിഷ് ആവണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വ്യൂവിനനുസരിച്ചാണ് എന്ത് ചെയ്യണം, മാർക്കറ്റ് ഒന്നുകൂടെ താഴെ വന്ന് തിരിച്ച് കയറുകയാണെങ്കിൽ പിന്നീട് ഈ സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, പൊസിഷണൽ ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. അതല്ലാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പൊസിഷണൽ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. നിലവിൽ നമ്മൾ ബിയറിഷ് വ്യൂലാണ് മാർക്കറ്റ്, ഓവറോൾ ബിയറിഷ് വ്യൂലാണ് നമ്മൾ മാർക്കറ്റിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി സെൻസെക്സും നിഫ്റ്റിയും ഇപ്പോഴും ഒരേപോലെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾക്ക് അനാലിസിസിന് പോവാത്തത്. കാരണം സെൻസെക്സ് നിഫ്റ്റി എന്താണോ ചെയ്തത് അത് തന്നെ ആയിരിക്കും എന്തുണ്ടാവുക, സെൻസെക്സിന് ഉണ്ടാവാറുള്ളത്. അപ്പോൾ സെൻസെക്സിൽ ചെയ്ത അനാലിസിസ് തന്നെയാണ് ഇവിടെയും ചെയ്യാനുള്ളത്. ഇതിൻ്റെ മേലേക്ക് പോയാൽ നമുക്ക് മേലേക്ക് പ്ലാൻ ചെയ്യാൻ, താഴെ എന്ത് ചെയ്യാം, ഡൗൺ സൈഡും ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട എപ്പോഴും വെച്ചാൽ ഓവറോൾ ട്രെൻഡിന് എഗെയിൻസ്റ്റ് ട്രേഡ് എടുക്കുന്നത്, ചെറിയ ട്രേഡുകൾ ക്യാച്ച് ചെയ്യുക, ട്രെൻഡിന് അനുകൂലിച്ച് വരുന്ന ട്രേഡുകൾ എന്ത് ചെയ്യുക, മാക്സിമം ടൈം ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെയാണ് നമുക്ക് ഇവിടെയും ചെയ്യാനുള്ളത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മേലേക്ക് പോകുന്ന സമയത്ത്
പിന്നെ മാക്സിമം പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങുക എന്നുള്ളതും, താഴെ വരുന്ന കണ്ടീഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് മാക്സിമം ആ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചെയ്തത് തന്നെയാണ്, ഇന്നും നമ്മൾ ചെയ്തു തരുന്നത് തന്നെയാണ്. ഇന്ന് കോൾ സൈഡിലേക്ക് ട്രേഡ് എടുത്തു, അതിലാണ് നമുക്ക് ലോസ് വന്നത്. തിരിച്ച് പുട്ട് സൈഡിൽ വന്ന സമയത്ത് അത് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആ ഒരു ട്രേഡിൻ്റെ ലോസ് കവർ ചെയ്ത് പ്രോഫിറ്റിലേക്ക് മാറിയത്. അപ്പം ഇത് ഇത്തരത്തിൽ എന്ത് ചെയ്യാം, ട്രെൻഡിന് അനുകൂലിച്ച് വരുന്നത് മാക്സിമം ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.